എന്ത് പറ്റി? ഇപ്പൊ മർഗയ ആകേണ്ടതായിരുന്നു. കുച്ചനായി കുച്ചനായി തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയുള്ളൂ. തറയിൽ വീണെന്ന് പങ്കായം പങ്കായം. ഓക്കെ, എനിക്ക് ഡോക്ടറെ കാണണം. സ്ട്രോങ് തലയാ, അല്ലെങ്കിൽ പൊളിഞ്ഞേ. ഭയങ്കര. ഇവനും എന്റെ മോളെ എന്തുപറ്റി? കഥകിലും തട്ടി. വേദനയുണ്ടോ? ഏയ്, വേദന മുഴുവൻ പെണ്ണിന്റെ തന്തയ്ക്കാ. ഇവിടെയും തല പൊട്ടിയിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ, ഇന്ന് രാവിലെ പൊട്ടി. കിഴവനും എന്റെ മോളെ. മോനെ ഇത് കഥകിലും തട്ടി. അല്ല, ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു, ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്, അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാലോ. അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ, പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ എന്താ? അന്യനൊന്നും അല്ലല്ലോ. പപ്പ വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഹോട്ടലിൽ ഒരു റൂം. സാധിക്കരുത്. എന്റെ മോള് സൂര്യനെ പിന്നീട് കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം. മോനെ, പപ്പ, അത് നിങ്ങൾ നമ്മൾ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാം സിംഗ്, മോനെ ആ കൂർക്കട തലയിലോട്ട് കെട്ടി. എടോ, താൻ ഈ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ജി സാബ്, ഒരു എൻഡിഎക്കാരന്റെ ഗതികേട്. എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ? പെണ്ണ് പേരറിഞ്ഞ് ഉടനെ പിടിച്ച് കെട്ടിക്കണം. എന്തോ വെച്ചിടോ നായരെ? അല്ല, അതെ, ഒന്ന് ഓർത്ത്. അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു. ഒന്ന് കുറിച്ചോട്ടെ. എഴുതിയില്ലേ അമ്മയുടെ ഒരു കുറിപ്പ്? എന്റെ ഒരു ഗതികേട്. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. ഊർക്കൊക്കെ എവിടുന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്ത് പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA കാരനാണ് സാർ. MBA കാരനോ? തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരേ ഗതികേട് ഓർത്തിട്ട്. എന്തിനാടോ താനീ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്ത് വിചാരില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം. അവരെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ വെച്ച് വേണ്ട സാറേ. കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ സാർ എന്താ സാർ 10 ലക്ഷം എന്ന് കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേയ് എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. बोलो कौन है बे? मैं आली बाबा हूँ। अली बाबा मारो। रुक रुक रुक, तुम्हारा कोट ठीक है, ये लो मेरा कोट। अयो अयो, लड़की ले
അലിബാബല്ല ചേട്ടന്മാരെ. അയ്യോ, അയ്യോ, 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ, 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 ഓടാൻ പറ്റില്ല. അയ്യോ, അയ്യോ, അയക്ക് 10 ലക്ഷവും കിട്ടി. 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ. വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാർ സാറേ. എന്താ? ഓ, അനക്കമുണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. ഇല്ല ഇല്ല, രക്ഷിക്കണേ. ആ, ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം. മുറുകെ പിടിച്ചോണം. ആ. ആ. അയ്യോ മോനെ, കയറ് വേഗം ഇട്, ആ, വേഗം ഇട്. ആ, ആ. ഓ, ആ, പിടിച്ചോ, അയ്യോ, പിടിച്ചിരുന്നോ. നോക്കി വലിക്ക്, നോക്കി വലിക്ക്. അയ്യോ, എന്താ നിർത്തിയത്? ചുമക്കുക. താങ്ക് യു, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ? MBA കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി, എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി. നീ രക്ഷപ്പെടണ്ടാ. നീ കിണറ്റിൽ തന്നെ കിടന്നോടാ. ശങ്കർജി, ഒരുത്തനിവിടെ ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യയുമായുള്ള കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയും. ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം, നിന്റെ കല്യാണമാണ്. അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം. ചോർ, ചോർ, കള്ളൻ, കള്ളൻ, ചതി. ഇന്ന് ഞാനെല്ലാം പൊളിച്ചെടുക്കും. ശങ്കർജി സാറേ, ഇവിടെ മൊത്തം കള്ളന്മാരാണ്, മുഴുവൻ കള്ളന്മാരാണ്, ചതിയന്മാര്. അവരുടെ ജീവനോട് കൂടി പിടിക്കാം. ചതി, ചീറ്റിംഗ്, ചീറ്റിംഗ്, വഞ്ചന. എടാ പട്ടി, പറയുന്നത് കേൾക്കടാ. എടാ, നീ എല്ലാം കേട്ടെങ്കിൽ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ന് ഇവിടെ ഒരു അവിഞ്ഞ ഗൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായമാക്കും. ഞാൻ പറയും, പറയും, പറയും. ബോലുങ്ക, ബോലുങ്ക, ബോലുങ്ക. ശങ്കർജി എവിടാ? എടാന്നോ? ആ, എടാ, പോടാ, പാടാ, പട്ടി, തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ, ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA. യുനോ, എടാ, നിനക്കൊക്കെ MBAയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? അറിയോ? പറ, അറിയോ? പറ. M മറ്റവന്റെ, B ബുക്ക്, A അടിച്ചു മാറ്റുക. MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക. അത് അല്ലടാ MBA. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? എനിക്ക് കേൾക്കണോ? കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം, ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്തെ കിണറ്റി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. ഡു യു നോ ഹു ഐ ആം നൗ? രമേശ് നമ്പ്യാർ, MBA. ശങ്കർജി സാബ് അവിടെ മുകളിലുണ്ട്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ശങ്കർജി, 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 ശങ്കർജി. ഈ ചാക്കിൽ കൊള്ളുവല്ല. ഇവരെന്തിനാ ഇയാൾ നോക്കിയെടുത്തോണ്ട് പോന്നു? ആ ചാക്ക് എന്തിന്? നമസ്കാരം. നമസ്കാരം. പോനെ, തന്റെ വിഘ്നേശ് എന്തിയെ? ഹോട്ടല്ല, അവിടെ ചെന്ന ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. പോനെ, വിഘ്നേശയില്ലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ കൂർക്ക അറിഞ്ഞില്ലേ? അയ്യോ, അയാൾ കൂർക്കല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ളൊരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ പോ, താൻ എവിടെയെങ്കിലും പോ. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. ചെല്ലു. ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ. മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പപ്പ എന്തോ എന്നെ വിളിച്ചോ? പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാന്ന് രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളാം.
ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. ഓക്കേ? ഓക്കെ. വിഗും മീശയും കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. ഇതെന്ത് ജീവനോടെ ചാക്കിലേക്ക് കെട്ടി വെച്ചേക്കണത്? നീയോ താനോ? അയ്യോ, ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ്, ശങ്കർജി സാബ്. വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തും സാബ്. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിൽ സൂര്യ മാഡം. എന്താ സൂര്യ മാഡം? അല്ല, ഒന്ന് ബെഡ്റൂമിലേക്ക് വരേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയല്ലോ. അയ്യോ, എപ്പോ? താഴോട്ട് പോയി. താഴോട്ട് പോയെന്നാ? മേനോൻജി, മേനോൻജി, എന്താണ് കിടന്ന് അലറുന്നത്? എടോ, തനിക്കെന്നെ മനസ്സിലായോ? എടോന്നോ? അതെ, എടോന്ന് തന്നെ. തനിക്കെന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഉഴവാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. അന്നെ ഞാനിവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ ആം രമേശ് നമ്പ്യാർ, MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ, എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ ആം രമേശ് നമ്പ്യാർ, MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ ആം രമേശ് നമ്പ്യാർ, MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം. വയലന്റ് ആയി നിൽക്കുക. ഇതിവിടെ കിടന്നാ ചീഞ്ഞു നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടണം. അയ്യോ, ഞാൻ ചത്തിട്ടില്ലേ? അയ്യോ, ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോന് ഇളകിയോ? അച്ഛ, ഒരു ബുദ്ധി. ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കെട്ടി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്താരാ? ആരാണ് ചാക്കിനകത്ത്?